ഗാസയിൽ തുടരുന്ന വംശഹത്യയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന കടുത്ത നിലപാടിൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉറച്ചു നിൽക്കുമ്പോൾ വമ്പൻ യുദ്ധവിരുദ്ധ റാലി നടത്തി ഇസ്രായേൽ ജനത. 37,000 പേരെ കൊന്നൊടുക്കിയ ഗാസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ടെൽ അവീവിൽ ഒത്തുകൂടിയ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. നെതന്യാഹുവിനെ ക്രൈം മിനിസ്റ്റർ എന്ന് വിശേഷിപ്പിച്ച ബാനറുമായാണ് 1.5 ലക്ഷത്തോളം പേർ പ്രതിഷേധത്തിൽ അണിനിരുന്നത്. ഹമാസ് ബന്ദികളാക്കിയവരെ ഉടൻ മോചിപ്പിക്കണം, ഇസ്രയേലിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നീ ആവശ്യങ്ങളും ഉയർന്നു. ഇസ്രയേൽ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രധാനമന്ത്രിയാണ് നെതന്യാഹുവെന്ന് സുരക്ഷാ ഏജൻസി മുൻ തലവൻ യുവാൻ ഡിസ്കിൻ പറഞ്ഞു. നെതന്യാഹുവിന് കീഴിൽ ജനാധിപത്യത്തിന്റെ മരണമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് ആരോപിച്ച് ടെൽ അവീവിലെ ഡെമോക്രസി ചത്തുരത്തിൽ ചുവന്ന പെയിന്റടിച്ചും പ്രതിഷേധിച്ചു. ഇസ്രയേലിലെ വലതുപക്ഷ പാർട്ടികളുടെ സഖ്യത്തിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ടെന്ന കൃത്യമായ സന്ദേശം നൽകൽ പ്രതിഷേധക്കാർക്കായി. ഹമാസ് പിടികൂടിയവരുടെ ബന്ധുക്കളും പ്രതിഷേധത്തിൽ അണിനിരുന്നു.